ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിന്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് മില്ലിനേഴ്സിന്റെ ചില ഹാബിറ്റുകളെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെ? ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന രാവും പകലും ഇല്ലാതെ അധ്വാനിക്കലല്ല വേണ്ടത്, പകരം സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ഹാർഡ് വർക്കിനെക്കാട്ടി കൂടുതലും എഫക്റ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് വർക്കാണ്. അത് ഈ പറയുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതിന്റെ കാര്യത്തിൽ മാത്രമല്ല, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ സ്മാർട്ട് വർക്ക് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈ സ്മാർട്ട് വർക്ക് ടെക്നിക്കുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് 90-90-1. അതായത് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡേ തുടങ്ങുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യം, ആ കാര്യം നമ്മൾ 90 മിനിറ്റ് എടുത്തിട്ട് 90 മിനിറ്റ് ഫുൾ ഫോക്കസിൽ ചെയ്തു തീർക്കുക. അത് ഒരു 90 ദിവസം പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ 90 ദിവസം മുടങ്ങാതെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു റിസൾട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അതാണ് 90-90-1 എന്ന് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്ന റോബിൻ ശർമ്മയാണ്. അദ്ദേഹത്തിന്റെ 5 AM ക്ലബ് എന്ന് പറയുന്ന ബുക്കിന്റെ അകത്താണ് ഈ പറയുന്ന 90-90-1 എന്ന് പറയുന്ന ഹാബിറ്റിനെ കുറിച്ചിട്ടുള്ളത്. അടുത്ത് വരുന്നത് പറഞ്ഞാൽ 60-10. 60-10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും 1.5 മണിക്കൂർ നേരം ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ പറ്റാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു പരിപാടിയാണ് 60-10. അതായത് ഒരു മണിക്കൂർ വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തതിനു ശേഷം എന്താണ്, പിന്നെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഹാപ്പിനെസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം. ഇതാണ് 60-1 എന്ന് പറയുന്ന റൂള്. അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 60യെ ഡിവൈഡ് ചെയ്യാം. 20 മിനിറ്റ് നമുക്ക് ഫോക്കസ് വെക്കാം, എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത്രയാണ് പ്രധാനപ്പെട്ട 3 ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് 80-20 ടെക്നിക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ 80% അച്ചീവ്മെന്റ് വരുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 20 മിനിറ്റ് അല്ലെങ്കിൽ 20% ഒരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബിസിനസിന്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പം ആ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമിന് കൂടുതൽ പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും പരീക്ഷയ്ക്ക് ഇപ്പം 20 പിന്നെ കുട്ടികൾ പഠിക്കുന്ന ആ കംപ്ലീറ്റ് സിലബസിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്കിൽ നിന്നായിരിക്കും 20% വരുന്നത്. അപ്പൊ ആ 20% കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം ഈ ഒരു 80-20 ടെക്നിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. അതാണ് 80-20 റൂൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യത്തിന് വേണം നമ്മൾ ആ ഒരു 20% കൊടുക്കേണ്ടത്. അതിനെയാണ് 80-20 റൂൾ എന്ന് പറയുന്നത്. ഒരെണ്ണം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ബബിളിന്റെ ഉള്ളിൽ ഇരുന്ന് വർക്ക് ചെയ്യുക. അത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 20 മിനിറ്റ്സ് ആണെങ്കിലും 50 മിനിറ്റ്സ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ മസ്റ്റ് ആയിട്ടും ആ പണിയെടുക്കുന്ന സമയത്ത് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ വർക്ക് ചെയ്യണം. അത് ചെറിയ സമയമായാൽ മതി, എന്നാലും അത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പണിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് രാവിലെ എണീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പം പറയാവുന്ന ഒരു ടിപ്പാണ് 30 സെക്കൻഡ് റൂൾ. 30 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നമ്മുടെ ജോലികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജേർണലും ബുക്ക് എടുക്കുക, ഡെയിലി പ്ലാനർ ബുക്ക് എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ 30 സെക്കൻഡിനുള്ളിൽ എഴുതി തീർക്കുക. 30 സെക്കൻഡ് എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പം ആ ഒരു ഫോക്കസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് 30 സെക്കൻഡ് റൂൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ റൂൾ ഉണ്ട്, 2 മിനിറ്റ്സ് റൂൾ. 2 മിനിറ്റ്സ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ ചെയ്തു തീർക്കുക. ഇപ്പൊ ഒരു ഇമെയിൽ അയക്കോ അല്ലെങ്കിൽ എന്താണ് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കോ, അതൊക്കെ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എന്താണ് അപ്പൊ തന്നെ ചെയ്തു തീർക്കുക. വേറെ കാര്യം പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും.
പ്രൊഡക്റ്റീവ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഫോണിലൊക്കെ നോക്കുന്നതിനെക്കാട്ടി കൂടുതലും നമുക്ക് എന്തെങ്കിലും ഒരു ബുക്കിന്റെ പേജ് വായിക്കാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പോഡ്കാസ്റ്റ് കേൾക്കാനുണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് കേൾക്കാൻ സമയം അലോട്ട് ചെയ്യാം. പിന്നെ വേറെ ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസ്റ്റ് ടിപ്പാണ്. അതായത് നമ്മൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയേണ്ടി വരും. അതായത് നമ്മൾക്ക് തീരെ പ്രൊഡക്റ്റീവ് അല്ല എന്ന് തോന്നുന്ന കാര്യത്തിനോട് നമ്മൾ ചില നോയോ അല്ലെങ്കിൽ കോംപ്രമൈസോ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. അതായത് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലയാളി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കിച്ചണാണ്. അടുക്കളയിൽ വരുന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം രാവിലെ ഫുഡ് ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കും, രാത്രി ഫുഡ് ഉണ്ടാക്കും, അങ്ങനെ തന്നെ നമ്മുടെ കുറെ സമയം അങ്ങ് പോയി കിട്ടും. അപ്പോൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കരുതെന്നല്ല പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് മീൽ പ്ലാനിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പം ഇന്നത്തെ കാലത്ത് വർക്കിംഗ് ആയിരിക്കും മിക്കവരും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ഈ പണ്ടത്തെ മാതിരി ഒരു വീട്ടിൽ 4-5 കറികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റിയെന്ന് വരത്തില്ല. വേണ്ട, ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് 2 കറിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ അത് മതി. അത് വെച്ചിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കുക്കിംഗ് എക്സ്പെർട്ട് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ കുക്ക് ചെയ്യാം. അല്ലാതെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ അവർ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് ടിപ്പാണ് മീൽ പ്ലാൻ ആണെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് അപ്സ്കില്ലിംഗ് ആണ്. നമ്മുടെ നാട്ടില് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കാനേ പോകത്തില്ല. നമ്മളൊന്നും സ്കില്ലൊന്നും മെച്ചപ്പെടുത്തുകയില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകേണ്ടത് ആ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ മാസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഇങ്ങനെ അപ്സ്കില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിപ്പം ഏതെങ്കിലും വലിയ കോഴ്സിലി ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം ഏതെങ്കിലും യൂട്യൂബ് പോഡ്കാസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കറുടെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ അപ്സ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ക്ലാസ്സിൽ ചേരാം. ഇപ്പം യൂഡമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സൈറ്റുകളുണ്ട്. അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് കോഴ്സുകൾ കിട്ടും, നല്ല നല്ല കോഴ്സുകൾ കിട്ടും. അപ്പൊ അതിലൊക്കെ നമുക്ക് എൻറോൾ ചെയ്തിട്ട് ആ കോഴ്സ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടും. അതൊക്കെ നമ്മുടെ അപ്സ്കില്ലിംഗ് ആണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. വിദേശത്തൊക്കെ എന്ന് പറയുന്ന ആൾക്കാർ അവര് മസ്റ്റ് ആയിട്ട് അപ്സ്കില്ലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ സെഷനിൽ പറഞ്ഞത്. പിന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവർക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവർക്കും രാവിലെ എണീറ്റ് വർക്ക് ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് ആകണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം നൈറ്റ് ഔട്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ രാവിലെ എണീക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് രാവിലെ എണീറ്റിട്ട് ചെയ്യാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് എഴുതി വെച്ചിട്ട് അത് വായിച്ചിട്ട് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് അത് പറഞ്ഞു പഠിപ്പിക്കുക. എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, സോ എനിക്ക് രാവിലെ എണ്ണിക്കണം, എനിക്ക് രാവിലെ ഇത്ര മണിക്ക് എണ്ണിക്കണം എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. അത് എന്നിട്ട് നമ്മൾ അലാറം വെക്കുക. അലാറം വെച്ച് അലാറം വെക്കാന്ന് പറയുമ്പോഴത്തേക്ക് അതില് നമ്മൾ മൊബൈൽ ഫോണിൽ വെച്ചിട്ട് അലാറം വെക്കരുത്, ഫിസിക്കൽ അലാറം തന്നെ വെക്കുക. ഫിസിക്കൽ അലാറം കുറച്ച് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെത്താനെ ഇണന്നോളും. ഇപ്പം ഫിസിക്കൽ അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ ഈ ഒരു മോട്ടിവേഷൻ ടാസ്ക് എഴുതി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉണരും. ഇപ്പൊ നമ്മൾക്കൊരു പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് കുറച്ച് നേരത്തെ പോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി എത്ര വൈകി കിടന്നാലും പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എണ്ണിക്കത്തില്ലേ? അതുപോലെ തന്നെയുള്ളൂ ഇതും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും അറിയിക്കുക. നാളെ കാണുന്നവരെ ബൈ ബൈ.